നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലവള്ളത്തിൽ കാല് ചവിട്ടി നിന്ന് ഒടുക്കം നെടുകെ കീറിയ അവസ്ഥയിലാണ് CPM. CPMനെതിരെ ഇപ്പോൾ ഘടകകക്ഷികളിൽ നിന്ന് പോലും വിമർശനങ്ങൾ ശക്തമാകുകയാണ്. CPMന്റെ ചില നേതാക്കളുടെ വാവിട്ട വാക്കുകളാണ് ഘടകകക്ഷികളിൽ പലരെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. ഈ പുകച്ചിൽ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. യുദ്ധവും ആക്രമണവും അതുപോലെ തന്നെ വാക്പോരുകളും അങ്ങാടിപ്പാട്ടായി പുറത്തേക്ക്. തെരുവിൽ കിടന്ന് അടികൂടുന്ന സാഹചര്യമാണ്. CPM നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് ഈ തെരുവിൽ കിടന്നുള്ള അടികൂടൽ. എന്നാൽ ആ ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഹിന്ദു വോട്ടുകൾ കുറയുന്നു എന്ന് കണ്ട് ഒടുക്കം ഹിന്ദു വോട്ടുകൾ പിടിക്കുന്നതിന് വേണ്ടി ഓടിയ CPMനെ നമ്മൾ കണ്ടു. അതിനു മുൻപ് വരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ച് നിർത്തുന്ന CPMനെ നമ്മൾ കണ്ടു. ക്രൈസ്തവരെ ഒന്ന് സോപ്പിടാൻ പോയ CPMനെയും കണ്ടു. അങ്ങനെ പല വഴിക്ക് ഓടി ഒടുക്കം എല്ലാം കയ്യിൽ നിന്ന് പോയി. അതായത് ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരുന്നത് പോയി എന്നുള്ള അവസ്ഥയാണ് CPMന് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. എന്നാൽ ഇതിനിടയിൽ തോൽവിയുടെ കാരണം ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, മറ്റു ചിലരുടെ വർഗീയ നിലപാടുകൾ കൊണ്ടാണ് അവർ ജയിച്ചത് എന്നൊക്കെയുള്ള പരാമർശവും ന്യായീകരണവുമായി രംഗത്തേക്ക് വന്ന ചില CPMകാരുണ്ട്. അവരുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾക്ക് ഇപ്പോൾ CPM മറുപടി പറയേണ്ട ഗതികേടിലേക്ക്, ഒരു പൊട്ടിത്തെറിയിലേക്ക് CPM എത്തിയിരിക്കുകയാണ്. ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കാൻ കാരണമെന്ന CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ വ്യാഖ്യാനം വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചിരിക്കുകയാണ്. രാഗേഷിന്റെ നിലപാടിനോട് യോജിച്ച് BJPയും എതിർത്ത് LDFിലെ ഘടകകക്ഷിയായ INLും രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് KK രാഗേഷിന്റെ പ്രസ്താവന അത് BJPക്കാരെ അങ്ങ് സുഖിപ്പിച്ചു. ഇതോടുകൂടി BJPക്കാർ രാഗേഷിന് പിന്തുണ അർപ്പിച്ച് രംഗത്ത് വന്നു. ഇതോടുകൂടിയാണ് ഘടകകക്ഷിയിലെ ചിലർക്ക് വിറളി പിടിച്ച് അവർ KK രാഗേഷിനെ എടുത്ത് വലിച്ചു കീറുകയാണ്. രാഗേഷിന്റെ പ്രസ്താവന RSS ബന്ധത്തിന്റെ പരസ്യ പ്രഖ്യാപനമാണെന്ന് V കുഞ്ഞികൃഷ്ണൻ MLA കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പ്രസ്താവനയിൽ വെട്ടിലായിരിക്കുകയാണ് CPM. ഈ വിവാദ പ്രസ്താവനയ്ക്കെതിരെ ഇടതു മുന്നണിക്കുള്ളിൽ നിന്നും എതിർപ്പുയരുന്ന അവസ്ഥ, അതിന് മറുപടി പറയാനാകാതെ CPM നേതാക്കൾ ഉഴലുന്നു. BJP രാജ്യസഭാ അംഗം C സദാനന്ദനാണ് രാഗേഷിന് പിന്തുണയുമായി രംഗത്ത് വന്നത്. BJPയുടെ രാഷ്ട്രീയം രാഗേഷിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നതാണ് കാരണം. മതം നോക്കിയേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ, പള്ളി നോക്കിയേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പ്രചരിപ്പിച്ചു എന്നായിരുന്നു രാഗേഷിന്റെ ആരോപണം. കേരളത്തിൽ പിടിമുറുക്കുന്ന രാഷ്ട്രീയ ഇസ്ലാമികത CPM നേതാക്കൾ തിരിച്ചറിയുന്നത് നല്ല കാര്യമാണെന്നായിരുന്നു C സദാനന്ദൻ പ്രതികരിച്ചത്. അതായത് CPMകാരുടെ വായിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ BJPക്കാരുടെ പ്രസ്താവനകൾ പുറത്തേക്ക് വരുന്നു, ഞങ്ങൾ BJPക്കാർ പറയുന്നതാണ് CPMകാരും ഇപ്പോൾ പറയുന്നത് എന്നുള്ള തരത്തിൽ സദാനന്ദൻ ഇതിനെ വ്യാഖ്യാനിച്ച് മറ്റൊരു തലത്തിലേക്ക് ചർച്ച വഴിതിരിച്ചു വിട്ടതാണ് CPMന് ഊരാ കുടുക്കായത്. CPM നേതൃത്വത്തിന്റെ കൊള്ളരുതായ്മയും അഹങ്കാരവുമാണ് പരാജയ കാരണമെന്നത് മറച്ചുവെക്കാനാണ് ന്യൂനപക്ഷ വർഗീയത പറഞ്ഞ് രാഗേഷ് ആക്ഷേപം ഉന്നയിക്കുന്നതെന്ന് INL കുറ്റപ്പെടുത്തി രംഗത്തേക്ക് വന്നു. ഇതോടെയാണ് രംഗം വഷളായത്. വർഗീയതയാണ് UDFനെ തുണച്ചതെന്ന തരത്തിൽ CPM നടത്തിയ അഭിപ്രായ പ്രകടനത്തോടായിരുന്നു INLന്റെ വിയോജിപ്പ്. നിങ്ങളുടെ കൊള്ളരുതായ്മയും അഹങ്കാരവും കൊണ്ട് അണികൾ കാലുവാരിയത് മറച്ചുവെക്കാനാണോ രാഗേഷ് സഖാവെ ന്യൂനപക്ഷ വർഗീയത പറഞ്ഞ് ഒന്നടങ്കം ആക്ഷേപിക്കുന്നത് എന്നായിരുന്നു INLകാരുടെ ചോദ്യം. മതവർഗീയത ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നുവെങ്കിൽ തലശ്ശേരിയിൽ കാരായി രാജൻ ജയിക്കില്ലായിരുന്നു. ഫസൽ വധക്കേസിൽ ആരോപണ വിധേയനായ ആളാണ് കാരായി രാജൻ. തലശ്ശേരിയിൽ വൻ വിജയമാണ് അദ്ദേഹം നേടിയത്. വർഗീയ ധ്രുവീകരണം ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് കാരായി രാജന്റെ വിജയം കാണിക്കുന്നതെന്നും INL നേതാവ് അസീസ് പറഞ്ഞു. കേരളത്തിൽ ന്യൂനപക്ഷത്തിനൊട്ടും സ്വാധീനമില്ലാത്ത പല മണ്ഡലങ്ങളിലും UDF ജയിച്ചിട്ടുണ്ട്. അവിടെയൊന്നും ന്യൂനപക്ഷ വർഗീയത തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടില്ലെന്നും അബ്ദുൾ അസീസ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയെന്നും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനായി സ്ട്രാറ്റജിക് വോട്ടിംഗ് നടന്നുവെന്നും രാഗേഷ് ആരോപണം ഉന്നയിച്ചത് അത് പിണറായി വിജയനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് തോൽവിയുടെ ഉത്തരവാദിത്തം, തോൽവിയുടെ കുറ്റം മുഴുവൻ പിണറായിയിലേക്കും MV ഗോവിന്ദനിലേക്കും ഒക്കെ വരാതിരിക്കാൻ UDFകാർ വർഗീയതയുടെ കൂട്ടുപിടിച്ച് അധികാരത്തിലെത്തി എന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു. എന്നാൽ സ്വന്തം മൂട്ടിൽ തീയിടുന്നതിന് തുല്യമായി പോയി രാഗേഷിന്റെ പ്രതികരണം.
CPM തെറ്റുതിരുത്താൻ തയ്യാറായില്ല എന്നതിന്റെ തെളിവാണ് പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാഗേഷിന്റെ പ്രസ്താവനയെന്നായിരുന്നു വി കുഞ്ഞികൃഷ്ണൻ MLA പ്രതികരണം. ഈ പ്രസ്താവനയെ CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അനുകൂലിച്ചത് തോൽവി രുചിച്ചിട്ടും തെറ്റുകൾ തിരുത്തില്ല എന്നതിന്റെ സൂചനയാണ്. അതുപോലെ തന്നെ അത്യന്തം അപകടകരവുമാണ്. ഈ നിലപാടിനെ അംഗീകരിച്ച് രംഗത്തെത്തിയത് RSS നേതാക്കൾ മാത്രമാണ് എന്ന കാര്യം നാം അതീവ ഗൗരവമായി കാണേണ്ടതുണ്ടെന്നും കുഞ്ഞികൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. KK രാഗേഷിന്റെ പ്രസ്താവന RSS ബന്ധത്തിന്റെ പരസ്യ പ്രഖ്യാപനമാണ്. ഈ പ്രസ്താവനയെ പിണറായി വിജയൻ അനുകൂലിച്ചത് ഒട്ടും ശരിയായില്ല എന്നും കുഞ്ഞികൃഷ്ണൻ പറയുകയാണ്. CPMന് എങ്ങനെയാണ് BJPയെ പോലെ മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്താൻ സാധിക്കുന്നത്? രാഗേഷിന്റെ നിലപാടിനെ പിണറായി വിജയനും അനുകൂലിച്ചിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 1 ലക്ഷത്തോളം പേർ അധികമായി വോട്ട് ചെയ്തിട്ടും LDFന് ഇത്തവണ 1.11 ലക്ഷം വോട്ടുകളുടെ കുറവാണ് ജില്ലയിലുണ്ടായത്. അതിന്റെ കാരണം എന്താണെന്ന് ആഴത്തിൽ പഠിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഓരോരുത്തരെ കുറ്റപ്പെടുത്താൻ ഇങ്ങനെ പച്ച വർഗീയത CPMകാർ പറയരുതായിരുന്നുവെന്ന് കണ്ണൂരിൽ നിന്നുള്ള ചില CPM നേതാക്കളും പറയുന്നു. KK രാഗേഷ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. അതായത് വർഗീയത തിമിർത്താടിയ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞു പോയത് എന്ന്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മതം നോക്കിയും പള്ളി നോക്കിയും മാത്രമേ വോട്ട് ചെയ്യാവൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് ഇടതിന് തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ള തരത്തിൽ രാഗേഷ് സംസാരിച്ചപ്പോൾ കൂട്ടത്തിലുള്ള മുസ്ലിം നേതാക്കൾ, മുസ്ലിം സംഘടനകൾ, അതായത് CPMനെ പിന്തുണയ്ക്കുന്ന മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ അവരിലത് വലിയൊരു എതിർപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇതുവരെ തങ്ങൾ CPMനൊപ്പം അടിയുറച്ച് നിന്നവരാണ്. എന്നാൽ ഒരു വിഭാഗം മതത്തെ മാത്രം ഇങ്ങനെ വർഗീയതയുടെ ചേരിയിലേക്ക് കൊണ്ടു കെട്ടുന്നത് ഒട്ടും ഭൂഷണമല്ല എന്ന് ഒപ്പമുള്ള നേതാക്കൾ പോലും പറയുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്താൽ മാത്രമേ BJPക്ക് ഇവിടെ ശക്തിപ്പെടാൻ കഴിയൂ എന്ന് അവർക്കറിയാം. അതിനായി ഈ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും പരസ്പരം കൈകോർത്ത് സ്ട്രാറ്റജിക് വോട്ടിംഗ് നടത്തുകയാണ് ചെയ്തത് എന്ന് KK രാഗേഷ് പറഞ്ഞത്. ഇടതുപക്ഷം ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ശക്തമായി നിൽക്കുന്ന മണ്ഡലങ്ങളിൽ അവരെ പരാജയപ്പെടുത്താനായി വോട്ട് മാറ്റി ചെയ്യുക. UDF ഏതെങ്കിലും തരത്തിൽ തോൽക്കാൻ ഇടയുണ്ടെങ്കിൽ അത് തടയാൻ BJP വോട്ട് മറിച്ച് നൽകുക എന്നതായിരുന്നു ഈ അവിശുദ്ധ സഖ്യത്തിന്റെ ലക്ഷ്യമെന്നും KK രാഗേഷ് പറഞ്ഞിരുന്നു. കണ്ണൂരിലുമുണ്ട് ഈ അനുഭവം. 2 മണ്ഡലങ്ങളിൽ ഇത് നടന്നു. പേരാവൂരിൽ UDF തോൽവിയുടെ വക്കത്തെത്തിയ മണ്ഡലമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ BJPക്ക് കിട്ടിയ 10,000 വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കാണാനില്ല. ആ 10,000 വോട്ട് നേരെ സണ്ണി ജോസഫിന്റെ പോക്കറ്റിലേക്ക് പോയിരുന്നു. സ്ട്രാറ്റജിക് വോട്ടിംഗ്. തോൽക്കുന്നത് കാണുമ്പോൾ തോൽക്കാതിരിക്കാൻ ഒരു കൈത്താങ്ങ് എന്നല്ല പറയുക, താമരത്താങ്ങ്. പേരാവൂരിൽ താമരത്താങ്ങ്, പയ്യന്നൂരിലും താമരത്താങ്ങ്. ഇതായിരുന്നു KK രാഗേഷിന്റെ ആരോപണം. നേമത്തും കൈത്താങ് ഉണ്ടായി എന്ന് KK രാഗേഷ് പറഞ്ഞു. 12,000 വോട്ടാണ് രാജീവ് ചന്ദ്രശേഖരന് അധികമായി ലഭിച്ചത്. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്ത് പോയതാണ് കോൺഗ്രസ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി കോൺഗ്രസ് 12,000 വോട്ട് മാറ്റി ചെയ്തു. 3 മണ്ഡലങ്ങളിൽ BJP ജയിച്ചത് BJPയുടെ മിടുക്ക് കൊണ്ടല്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച 3ഇടത്തും 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. എങ്ങനെ പോയി? കോൺഗ്രസ് വോട്ട് മാറ്റി ചെയ്തു. ഇത്തരത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ ഡീല് നടന്നുവെന്നും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഒക്കെ UDFുമായി കൈകോർത്ത് ഡീൽ ഉണ്ടാക്കി എന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനമാണ് KK രാഗേഷ് നടത്തിയത്. പക്ഷേ ഇപ്പോഴും അറിയാത്തൊരു കാര്യം KK രാഗേഷിനോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തോറ്റുപോയതല്ലേ? ഇപ്പോഴും നിങ്ങൾ അവർ വർഗീയതയോടെ കൂട്ടുപിടിച്ച് വോട്ട് നേടി അധികാരത്തിലെത്തി എന്ന് പറയുന്നുണ്ടല്ലോ. CPM അക്കാര്യത്തിൽ മോശമാണോ? പല പഞ്ചായത്തുകളും നിങ്ങൾ ഭരിക്കുന്നത് SDPIയുടെ പിന്തുണയോടുകൂടിയല്ലേ? ചെങ്ങന്നൂരിൽ ഉൾപ്പെടെ സജി ചെറിയാന് കിട്ടിയ വോട്ടിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ SDPIയുടെ ഒരു ബന്ധം കാണും. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വർഗീയതയെ വെള്ളപൂശാനും ഇടയ്ക്കിടയ്ക്ക് വർഗീയതയെ ചേർത്ത് പിടിക്കാനും പിന്നെ തള്ളിപ്പറയാനും നിൽക്കരുത്. ആവശ്യത്തിന് ഉപയോഗിക്കും, എന്നിട്ട് വലിച്ചെറിയും. ഇവിടെ വർഗീയത വളർത്തുന്നത് നിങ്ങൾ രാഷ്ട്രീയക്കാർ തന്നെയാണ്. അക്കാര്യത്തിൽ CPMും BJPയും കോൺഗ്രസും ഒട്ടും പിന്നിലല്ല. നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള രാഷ്ട്രീയം കളിക്കുമ്പോൾ ഈ നാട് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടുമാണ് ഇത് പറയുന്നത്. എന്തായാലും തോൽവിയുടെ കാരണം അത് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടാനാണ് ഇപ്പോഴും CPM ശ്രമിക്കുന്നത്. അല്ലാതെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് അവർ പറയാനും സമ്മതിക്കാനും തയ്യാറാകുന്നില്ല. അങ്ങനെ സമ്മതിക്കാനോ തിരുത്താനോ നിങ്ങൾ തയ്യാറാകാത്തിടത്തോളം കാലം
ഇവിടുത്തെ ജനങ്ങൾ CPM-നെ നെഞ്ചത്ത് തന്നെ കുത്തിക്കൊണ്ടിരിക്കും. കാരണം 35 സീറ്റിലേക്കാണ് CPM ഒതുങ്ങിപ്പോയത്. എങ്ങനെ നോക്കിയാലും ഒരു 50-60 അല്ലെങ്കിൽ 55-60 സീറ്റോളം മണ്ഡലങ്ങൾ പിടിക്കാൻ കെൽപ്പുണ്ട് CPM-ന്. എവിടെ പോയി ആ ബാക്കി മണ്ഡലങ്ങൾ? 35ലേക്ക് ഒതുങ്ങി. ബാക്കി മണ്ഡലങ്ങൾ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി? എത്ര വർഗീയത കാണിച്ച് UDF അധികാരം പിടിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുമായിരുന്ന മണ്ഡലങ്ങൾ പോലും കിട്ടാതെ പോയതിന് കാരണം എന്താണ്? അവിടെയാണ് നിങ്ങൾ പഠനം നടത്തേണ്ടത്, തിരുത്തേണ്ടത്. പക്ഷേ ഇപ്പോഴും അതിന് തയ്യാറല്ല. അഹങ്കാരത്തിനൊരു കുറവുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.